CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് കാണിക്കമാത സ്കൂളിന് സമീപം PVR നഗറിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം നടത്തിയ 3-അംഗ സംഘത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് തിരുവാളൂർ സ്വദേശി സൂര്യയെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏലംകുളം പഞ്ചായത്തിൽ UDF ഭരണസമിതി അഴിമതി നടത്തുന്നതായി ആരോപിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം ഹനീഫ വള്ളൂരാൻ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയിൽ കഞ്ചാവ് വേട്ട. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 1/2 കിലോയോളം കഞ്ചാവ് പിടികൂടി. ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ കല്ലുകയറ്റി പോകുകയായിരുന്ന ടിപ്പർ ലോറി റോഡിൽ കുടുങ്ങി. വ്യാഴാഴ്ച രാവിലെ 10 കാലോടെയാണ് സംഭവം. 2 മാസത്തിനിടെ ഈ റോഡിലുണ്ടാകുന്ന 3ാമത്തെ ലോറി കുടുങ്ങലാണിത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നതായും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. മലപ്പുറത്ത് നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. പാലക്കാട് കാണിക്കമാത സ്കൂളിന് സമീപം PVR നഗറിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം നടത്തിയ 3-അംഗ സംഘത്തിലെ പ്രധാന പ്രതി അറസ്റ്റിലായി. തമിഴ്നാട് തിരുവാളൂർ സ്വദേശി സൂര്യയെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 നവംബർ മാസമാണ് അറസ്റ്റിനാസ്പദമായ സംഭവം നടന്നത്. മറ്റു 2 പ്രതികളെ അന്നു തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് സൂര്യ. തമിഴ്നാട്ടിലെ കൊലപാതക കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് പ്രതി പാലക്കാട് എത്തിയത്. CCN കടമ്പഴിപ്പുറം. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ കല്ലുകയറ്റി പോകുകയായിരുന്ന ടിപ്പർ ലോറി റോഡിൽ കുടുങ്ങി. വ്യാഴാഴ്ച രാവിലെ 10 കാലോടെയാണ് സംഭവം. 2 മാസത്തിനിടെ ഈ റോഡിലുണ്ടാകുന്ന 3ാമത്തെ ലോറി കുടുങ്ങലാണിത്. തൃശൂർ ഭാഗത്തേക്ക് കരിങ്കല്ല് കയറ്റി പോകുകയായിരുന്ന ടിപ്പറാണ് കുടുങ്ങിയത്. റേഷൻ കടയ്ക്ക് സമീപം എതിരെ വന്ന മറ്റൊരു ടോറസിന് വശം നൽകുന്നതിനിടെ റോഡ് തകർന്ന് ലോറിയുടെ ഒരു വശം താഴുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ, മണ്ണുമാന്തി യന്ത്രം, മറ്റൊരു ടോറസ് എന്നിവയുടെ സഹായത്താലാണ് വലിച്ചു കയറ്റിയത്. 3 മണിക്കൂറിന് ശേഷമാണ് ലോറി നീക്കിയത്. റോഡിന്റെ ഇരുവശത്തുമായി ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പണികൾ നടന്നിരുന്നു. മഴ പെയ്തതോടെ എതിരെ വരുന്ന വലിയ വാഹനങ്ങൾ വശം നൽകുമ്പോൾ ഇവിടങ്ങളിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്ന സ്ഥിതിയാണിപ്പോൾ. കഴിഞ്ഞ മാസത്തിൽ സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തിന് വശം നൽകുമ്പോഴും കുടുങ്ങിയിരുന്നു. പൈപ്പിടൽ പൂർത്തിയായ ഭാഗത്ത് കോറി മിശ്രിതമോ കോൺക്രീറ്റോ ചെയ്ത് നവീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെറിയ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയായിട്ടാണ് വാണിയംകുളം വല്ലപ്പുഴ റോഡിലെ കല്ലുകയറ്റി വലിയ ടോറസ് ലോറികൾ സഞ്ചരിക്കുന്നത്. ഇതുമൂലം റോഡിന്റെ പല ഭാഗങ്ങളും വീണ്ടുകീറുകയും തകരുകയും ചെയ്ത നിലയിലാണ്. 3 വർഷം മുൻപാണ് റബ്ബറൈസ് ചെയ്ത് റോഡ് നവീകരിച്ചത്. CCN ഒറ്റപ്പാലം. ഏലംകുളം പഞ്ചായത്തിൽ UDF ഭരണസമിതി അഴിമതി നടത്തുന്നതായി ആരോപിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. വെള്ളിയാഴ്ച രാവിലെ നടന്ന ബഹുജന മാർച്ച് CPIM ഏരിയ കമ്മിറ്റി അംഗം ഹനീഫ വള്ളൂരാൻ ഉദ്ഘാടനം ചെയ്തു. അതിന് നിങ്ങൾ ഉയർത്തുന്ന ധാർമ്മികതയുണ്ടല്ലോ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ, ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ ആ ധാർമ്മികതയുടെ ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി നടത്തിയ ഈ അഴിമതിയെ നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ? അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? അവര് വലിയ അംഗീകരിക്കോ? അല്ലെ, അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അങ്ങനത്തെ അഴിമതി പഞ്ചായത്തിനകത്ത് നടക്കുക. എവിടെ നോക്കുമ്പോൾ അഴിമതി. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ മുന്നൊക്കെ വലിയ ദുരന്തം നടന്നു വയനാട്ടിൽ. എന്താ പറഞ്ഞത്? ഇന്നലത്തെ കണക്ക് പ്രകാരം എത്രയാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ 225 കോടി രൂപ കിട്ടി. അതിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ നല്ലൊരു വിഭാഗം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞു. വേറൊരു സംഘടന സ്വന്തമായി ഗൂഗിൾ വെച്ച് പിരിച്ചു. ഇപ്പൊ അറിയാൻ കഴിയുന്ന ഒരു പത്രസ്ഥാപനത്തിന്റെ ശമ്പളം കൊടുത്തു വിൽക്കണമെന്ന്
അവർ നേതൃത്വം നടത്തുന്ന ഒരു പത്രസ്ഥാപനത്തിന്റെ ശമ്പളം കുടിശ്ശിക ജീവനക്കാർക്ക് കൊടുക്കുന്നത് കൊടുത്തുവിട്ടി കൊണ്ടിരിക്കുന്നു. അപ്പൊ UDF എന്ന് പറഞ്ഞാൽ എന്താ? അടിമുടി അഴിമതിയാണ്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MA അജയകുമാർ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P ഗോവിന്ദപ്രസാദ്, S ശ്രീരാജ്, CPIM ലോക്കൽ സെക്രട്ടറി P അജിത് കുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ സമദ് താമരശ്ശേരി സ്വാഗതവും സ്വപ്ന സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിന്റെ വാഹനം കേടായി അറ്റകുറ്റപ്പണികൾക്ക് നിർത്തിയിട്ട സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി വാഹനം വാടകയ്ക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രമവിരുദ്ധമായ നടപടികളാണ് പഞ്ചായത്തിൽ നടന്നതെന്നാണ് ആരോപണം. അഴിമതിയിൽ അകപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും 12ാം വാർഡ് മെമ്പറും രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് LDF ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരിയിൽ കഞ്ചാവ് വേട്ട. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 1/2 കിലോയോളം കഞ്ചാവ് പിടികൂടി. ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെർപ്പുളശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായത്. ടൗണിൽ ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ വേഷം മാറി എത്തിയായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. ബീഹാർ സ്വദേശി രാജീവ് ജയ്സ്വാലാണ് അറസ്റ്റിലായത്. ഇയാളുടെ കയ്യിൽ നിന്നും ചെറിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ച 1/2 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. ഇത് തൂക്കി വിൽക്കാൻ ഉപയോഗിച്ച ത്രാസും പിടികൂടി. ചെർപ്പുളശ്ശേരിയിൽ സ്ഥിരമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നതായും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. മലപ്പുറത്ത് നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. നിസാരമായ കാര്യങ്ങൾ പലതും നിയമത്തിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഇരുകൂട്ടരും അകലുകയും പിന്നീടുണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിൽ കമ്മീഷന്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്ന പ്രവണത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ പറഞ്ഞു. വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വിവിധ തൊഴിൽ മേഖലയിലും അല്ലാതെയും പ്രയാസങ്ങൾ നേരിടുന്ന സ്ത്രീകളെ കേൾക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗുകൾ നടന്നുവരികയാണ്. സ്കൂളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ കേൾക്കുന്ന പബ്ലിക് ഹിയറിംഗ് സെപ്റ്റംബർ 1 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. ഈ ചർച്ചകളിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. തങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമായി ഒരു ഇടമുണ്ട് എന്ന ബോധ്യം സ്ത്രീകൾക്ക് വന്നതിനാലാണ് കമ്മീഷനിൽ പരാതികളുടെ എണ്ണം കൂടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ആകെ 85 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. ഇതിൽ 15 പരാതികൾ തീർപ്പാക്കി. 10 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. 3 പരാതികൾ കൗൺസിലിംഗിനായും 1 പരാതി ജാഗ്രതാ സമിതി റിപ്പോർട്ടിനായും മാറ്റി. ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. ഇന്ന് വന്ന കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 പേർ, പരാതിക്കാരിയും എതിർകക്ഷിയും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. പരാതിക്കാരി യഥാർത്ഥത്തിൽ അറിയാത്തൊരു പരാതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പരാതി സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒപ്പിട്ടിരിക്കുന്നതും പരാതിക്കാരി തന്നെയാണെന്ന് പറയുകയും ചെയ്യും. ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരുപക്ഷെ ഓഫീസിലെ മറ്റു ഫയലുകളോടൊപ്പം ഈ കുട്ടി പേപ്പർ വായിച്ചു നോക്കാതെ, ഫയലിൽ എന്താണോ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാതെയാണ് അങ്ങനെ ആയിരിക്കണം പരാതി ഇവിടെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, പരാതിക്കാരി എന്ന് പറയുന്ന സ്ത്രീ ബധിരയും മൂകയുമാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി വന്നതിൻ്റെ പേരിൽ എതിർകക്ഷിയായിട്ട് ഉള്ള ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷൻ എന്താ പറയുക നിൽക്കുകയാണ്. പക്ഷെ അവര് പരാതിക്കാരിയും അതുപോലെ തന്നെ ബധിരയും മൂകയും ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അമ്മയാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ ആംഗ്യഭാഷയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത്.
കുട്ടിയെ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൽ നിന്നും മനസ്സിലായത് ഇങ്ങനൊരു പരാതി ആ കുട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്, ആ കുട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങളിൽ ആ കുട്ടിയെ കരുവാക്കി എന്നുള്ളതാണ് അതിൻ്റെ അമ്മ പറഞ്ഞ മാതാവ് തന്ന ഒരു കാര്യം. തന്നല്ല, ഈ കക്ഷികൾ പരാതിക്കാരിയും എതിർകക്ഷിയും തമ്മിൽ നല്ല കുടുംബ ബന്ധം പോലും കീപ്പ് ചെയ്യുന്ന ആളുകളാണ്, സഹോദര തുല്യം കഴിയുന്ന ആളുകളാണ് എന്നാണ് പറഞ്ഞത്. രണ്ടുപേരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ വെച്ചവരുടെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഉമ്മയും മോളും പറഞ്ഞ വിവരങ്ങൾ ഉൾപ്പെടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരാതി വരാൻ പാടില്ലാത്തതാണ്. കുറച്ചുകൂടി ജാഗ്രതയോടെ സ്റ്റാഫ്, അവിടുത്തെ ജോലി ചെയ്യുന്ന ആളുകൾ ഫയലുകൾ പഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. CCN മലപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാറിന് ചെക്ക് നൽകി. ആ പ്രളയകാലത്ത് ജീവൻ നഷ്ടപ്പെട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട ഒന്നായി ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരന്മലയിലും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും കാലവർഷക്കെടുതിയും മാറുകയുണ്ടായി. ഒട്ടേറെ പേർ അനാഥരായി. ശേഷിക്കുന്ന മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ സ്വാഭാവികമായും വലിയ സംഖ്യ ചെലവഴിക്കേണ്ടതായിട്ട് വരും. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളീയ സമൂഹത്തിലെ എല്ലാവർക്കും സംഭാവന നൽകാനും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നതുമായിട്ടുള്ള ദുരിതാശ്വാസ നിധിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. CMDRF എന്ന ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെടുന്നത്. പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ 10,000 രൂപയുമാണ് നൽകിയത്. പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ, KK ഷൗക്കത്ത് അലി, സമീറ സലീം, രജിത, വിജിത, ചാമി, പ്രഭാവതി, ഫസീല നൌഷാദ്, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സന്തോഷ് കുമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. പ്രശസ്ത ആഭരണ വിതരണ ശൃംഖലയായ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി മുതൽ മണ്ണാർക്കാടും. മണ്ണാർക്കാടിന് അന്താരാഷ്ട്ര ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവമായാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എത്തുന്നത്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. മണ്ണാർക്കാട് നമ്മുടെ 9ാമത്തെ ഷോറൂമാണ്. അപ്പം ശരിക്കും നമ്മൾ വളരെ ഗ്രാൻഡ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ നമ്മുടെ വയനാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടായതുകൊണ്ട് നമ്മളത് വളരെ ലളിതമായി ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ണാർക്കാടിന് തന്നെ പ്രിൻസിപ്പൽ ചെയർമാൻ ബഹുമാനപ്പെട്ട ബഷീർ സാറാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ വളരെ നല്ല ഓഫേഴ്സാണ് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മണ്ണാർക്കാടിൻ്റെ ഒരു ടൗൺ, അവിടുത്തെ ആൾക്കാരുടെ ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഇനാഗുറൽ ഓഫേഴ്സാണ്. ആദ്യത്തെ നമ്മുടെ ഹൈലൈറ്റ് ഓഫർ എന്ന് പറയുന്നത് 0% മേക്കിംഗ് ചാർജസ് ആണ് ജ്വല്ലറിയിൽ. അതാണ് ഏറ്റവും ഹൈലൈറ്റുള്ള ഓഫർ. ഇത് നമുക്ക് സെപ്റ്റംബർ, ഉദ്ഘാടന ദിവസമായ August 24 തൊട്ട് സെപ്റ്റംബർ 17 വരെ ഓഫേഴ്സ് നമുക്ക് ഉണ്ട്. അതാണ് അതിൻ്റെ കാലാവധി വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വരുന്ന ഓഫർ എന്ന് വെച്ചാൽ പ്രഷ്യസ് സ്റ്റോൺസ് 18 ക്യാരറ്റ്, അതുപോലെ ഡയമണ്ട്, ഈ 3 ജ്വല്ലറി പ്രൊഡക്ട്സിന് നമുക്ക് 40% വരെ ഓഫ് വരുന്നുണ്ട് മേക്കിംഗ് ചാർജിൽ. ബസ് സ്റ്റാൻഡിന് സമീപത്തെ ബഹുനില കെട്ടിടത്തിൽ ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ 9ാമത് ഷോറൂം ഉദ്ഘാടനം August 24 രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ നിർവഹിക്കും. മണ്ണാർക്കാടിന് അന്താരാഷ്ട്ര ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവമായാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എത്തുന്നത്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി ലഭിക്കും. സെപ്റ്റംബർ 17 വരെ 1 പവൻ സ്വർണം വാങ്ങുന്ന ഉപഭോക്താവിന് അടുത്ത പവൻ വാങ്ങുന്ന സ്വർണത്തിന്റെ പണിക്കൂലി തികച്ചും സൗജന്യമായിരിക്കും. കൂടാതെ ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ എന്നിവയ്ക്ക് പണിക്കൂലിയിൽ 40% വരെ ഇളവ് നൽകും. മണ്ണാർക്കാടിന് മികച്ച ജ്വല്ലറി ഷോപ്പിംഗ് ആണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലക്ഷ്യമിടുന്നതെന്ന് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് KP സലീം, ചീഫ് മാനേജർ രാംദാസ്, ബ്രാഞ്ച് മാനേജർ ഡെന്നി, ഷോറൂം മാനേജർ ഷഫീഖ് എന്നിവർ പറഞ്ഞു. CCN മണ്ണാർക്കാട്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മാർച്ച് വരെ നീണ്ടുനിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകുക.
സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വ അംബാസഡർമാരാക്കിക്കൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം എല്ലാ വീടുകളിലും എത്തിക്കുന്നതിന് ഒക്ടോബർ 2, 5, 6 തീയതികളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിക്കും. മാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾ പുരസ്കാരം നൽകും. മാലിന്യമുക്ത നാട് എന്റെ അവകാശം എന്ന സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ മാലിന്യമുക്ത പ്രചാരണത്തിന്റെ ഭാഗമാവുന്നത്. ഇതിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തും. MCFകൾ സന്ദർശിച്ച് പാഴ്വസ്തു ശേഖരണം, മാലിന്യം തരംതിരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിന് അവസരമൊരുക്കും. എന്റെ വിദ്യാലയം മാലിന്യമുക്തം എന്ന വിഷയത്തിൽ സ്കൂൾ കോളേജ് തലത്തിൽ ശില്പശാലകൾ നടത്തും. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാൽനടയാത്ര, സൈക്കിൾ റാലി, ഫ്ലാഷ് മോബ്, തെരുവു നാടകങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ശുചിത്വ മിഷൻ, ഹരിത കേരളം മിഷൻ, കില തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ് പ്രചാരണത്തിന്റെ ചുമതല. മാർച്ച് വരെ നീണ്ടുനിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് രൂപം നൽകുന്നതെന്നും ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും കളക്ടർ VR വിനോദ് പറഞ്ഞു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരവിമംഗലം PN സ്മാരക സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ P. ഷാജി നിർവഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MA അജയകുമാർ അധ്യക്ഷനായി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P. ഗോവിന്ദപ്രസാദ്, S. ശ്രീരാജ്, CPIM ലോക്കൽ സെക്രട്ടറി P. അജിത് കുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ സമദ് താമരശ്ശേരി സ്വാഗതവും സ്വപ്ന സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിന്റെ വാഹനം കേടായി അറ്റകുറ്റപ്പണികൾക്ക് നിർത്തിയിട്ട സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി വാഹനം വാടകയ്ക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രമവിരുദ്ധമായ നടപടികളാണ് പഞ്ചായത്തിൽ നടന്നതെന്നാണ് ആരോപണം. അഴിമതിയിൽ അകപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും 12ാം വാർഡ് മെമ്പറും രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് LDF ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. CCN പെരിന്തൽമണ്ണ. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരം മാറ്റുന്നതിന്റെ ഭാഗമായി കൊടിമരത്തിന് ആവശ്യമായ 45 അടി നീളമുള്ള തേക്കു കണ്ടെത്തി ആചാരാനുഷ്ഠാനങ്ങളോടെ ദാരുപരിഗ്രഹ പൂജ നടത്തി. ചിങ്ങം 1 മുതൽ ക്ഷേത്രത്തിൽ നടന്നുവന്ന ലക്ഷാർച്ചന സമാപിച്ചു. നവാമുകുന്ദ ക്ഷേത്രത്തിൽ കൊടിമരത്തിലേക്ക് എണ്ണ ഒഴിക്കൽ ഇന്ന് 30 വ്യാഴാഴ്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് എണ്ണ രശീതിയാക്കിയിട്ട് അവർക്ക് ഈ കൊടിമരത്തിൽ എണ്ണ ഒഴിക്കൽ ചടങ്ങ് നടത്താവുന്നതാണ്. ഏകദേശം 6 മാസത്തോളം കാലം ഈ എണ്ണയിൽ ഈ കൊടിമരം കിടക്കുന്നതാണ്. അതിലെല്ലാവർക്കും പങ്കാളികളാവാവുന്നതാണ്. മരപ്പണികൾ നടത്തി ചെത്തി ഉരുട്ടിയ മരം എണ്ണത്തോണിയിൽ നിക്ഷേപിച്ചു. 51 തരം മരുന്നുകൾ ഇട്ട് കാച്ചിയ എണ്ണ ക്ഷേത്രം ട്രസ്റ്റി സാമൂതിരി രാജയുടെ മക്കളായ സരസിജ, മായ ഗോവിന്ദ്, കൊടിമരം വഴിപാടായി സമർപ്പിക്കുന്ന പൂക്കോട്ടിൽ ബാലൻ എന്നയാളുടെ മകൻ ഷാജു, ക്ഷേത്രം തന്ത്രി, മേൽശാന്തി, ജീവനക്കാർ, ഭക്തജനങ്ങളെല്ലാം ചേർന്ന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നിക്ഷേപിച്ചത്. മരപ്പണികൾ നടത്തിയ മനോജ്, ദേശത്തെ അവകാശി ഷൺമുഖൻ തുടങ്ങിയവരും സന്നിഹിതരായി. CCN മലപ്പുറം. തൂത ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ശ്രീ തൂത ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആനയൂട്ട് ഈ ഞായറാഴ്ച ആഗസ്റ്റ് 25-ന് നടക്കുകയാണ്. അതോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നേരത്തെ തന്നെ ചീട്ടാക്കുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ കൂട്ട് പ്രത്യക്ഷ ഗണപതിയായി ഗജവീരനെ പൂജിച്ച് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ ആനയൂട്ട് ഈ വർഷം അതിഗംഭീരമായി തന്നെ നടത്താനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തി വരുന്നത്. അതോടനുബന്ധിച്ച് മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മുഴുവൻ ആളുകളെയും ഈ ഞായറാഴ്ച ആഗസ്റ്റ് 25-ന് ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തന്ത്രി ആമയൂർ നാരായണമംഗലത്ത് രാമൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടക്കുക. രാവിലെ 4:30-ന് 1008 നാളികേരം ഉപയോഗിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. ഈ വർഷം ആനയൂട്ടനുബന്ധിച്ച് പ്രശസ്ത ഗജവീരന്മാരായ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം വിജയ്, ചെപ്പശ്ശേരി മണികണ്ഠൻ ഉൾപ്പെടെയുള്ള പ്രശസ്തമായ ആനകൾ ഈ പ്രാവശ്യം അണിനിരക്കും.
അതുപോലെ തന്നെ അന്നേ ദിവസം പ്രത്യക്ഷ ഗണപതിയായി ക്ഷേത്രത്തിൽ വെള്ളയും പട്ടും വിരിച്ചിരുത്തി പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചിരിക്കുന്ന ആനയ്ക്ക്, അതായത് ചെത്തല്ലൂർ മുരളീകൃഷ്ണനെ ഗജകുല ശ്രേഷ്ഠ പട്ടം നൽകി അന്നേ ദിവസം ഗജകുലം ആനച്ചമയം ആനപ്പുറത്തിൻ്റെ വക ആനയെ അനുമോദിക്കുന്നുണ്ട്. ആ ഒരു ചടങ്ങ് കൂടി ഇന്നേ ദിവസം ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് നടക്കും. എല്ലാ ഭക്തജനങ്ങൾക്കും ആനയൂട്ടിനോടനുബന്ധിച്ചുള്ള വഴിപാടുകൾ തലേ ദിവസം രാത്രി 10 മണി വരെ നമുക്ക് ഇവിടെ ചീട്ടാക്കാവുന്നതാണ്. അതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം ഏകദേശം രാവിലെ 4 മണിക്കാണ് നമ്മൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിക്കുന്നത്. അപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ ദേവിയുടെ പ്രീതിക്ക് പാത്രമാവുന്നതിനും വേണ്ട സൗകര്യങ്ങളായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 8 മണിക്കാണ് ഗജപൂജ നടക്കുക. 9 മണിക്ക് ആനയൂട്ട് ആരംഭിക്കും. അന്നേ ദിവസം പ്രസാദ വിതരണവും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ശ്രീകൃഷ്ണപുരത്തിന്റെ രുചിപ്പെരുമയ്ക്ക് പുതുരുചിക്കൂട്ടുമായി ലീഫി ഡൈൻ കഫേ ആൻഡ് റെസ്റ്റോറന്റ്. മണ്ണമ്പറ്റ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തായി ആരംഭിച്ച ലീഫി ഡൈനിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. K പ്രേംകുമാർ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജിക തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് എതിർവശത്തായാണ് ലീഫി ഡൈൻ കഫേ ആൻഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളും വിവിധ തരം ജ്യൂസുകൾ, ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങളും വിവിധ ബേക്കറി ഐറ്റംസ് എന്നിവയും ഇവിടെ ലഭിക്കും. K പ്രേംകുമാർ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജിക തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരത്തിന്റെ രുചി വൈവിധ്യങ്ങൾക്ക് ലീഫി ഡൈൻ മുതൽക്കൂട്ടാകുമെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പ്രിയപ്പെട്ട എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ പുതുതായിട്ട് ആരംഭിച്ച ലീഫി ഡൈനിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഫാസിലും ഫവാസും കൂടെ ചേർന്നാണ് ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. പുതിയ തരം സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളുടെ ഒരു കലവറയാണ് ഈ റെസ്റ്റോറൻറ്റ്. ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ നേരെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ന്യൂജനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുകയാണ്. എൻ്റെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ സ്ഥാപനത്തിനുണ്ടാകണം. ഈ സംരംഭം വിജയിപ്പിക്കണം. ലീഫി ഡൈനിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. സ്ഥാപന ഉടമകളായ ഫാസിൽ, ഫവാസ് തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വാർഡ് മെമ്പർമാരായ K ലേനി, C ഹരിദാസൻ, കോൺഗ്രസ് നേതാക്കളായ VN കൃഷ്ണൻ, ഭാസ്കരൻ ചിങ്ങനേരി തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു.
കടമ്പഴിപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് കാണിക്കമാത സ്കൂളിന് സമീപം PVR നഗറിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം നടത്തിയ 3 അംഗ സംഘത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് തിരുവാളൂർ സ്വദേശി സൂര്യയെയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏലംകുളം പഞ്ചായത്തിൽ UDF ഭരണസമിതി അഴിമതി നടത്തുന്നതായി ആരോപിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം ഹനീഫ വള്ളൂരാൻ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരിയിൽ കഞ്ചാവ് വേട്ട. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ 1/2 കിലോയോളം കഞ്ചാവ് പിടികൂടി. ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ കല്ലുകയറ്റി പോകുകയായിരുന്ന ടിപ്പർ ലോറി റോഡിൽ കുടുങ്ങി. വ്യാഴാഴ്ച രാവിലെ 10 കാലോടെയാണ് സംഭവം. 2 മാസത്തിനിടെ ഈ റോഡിലുണ്ടാകുന്ന 3ാമത്തെ ലോറി കുടുങ്ങലാണിത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നതായും ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. മലപ്പുറത്ത് നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.